നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാമേ. എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള പച്ചക്കറി വെച്ചും നമുക്ക് നല്ല ടേസ്റ്റുള്ള സാമ്പാർ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇപ്പോൾ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്കായിട്ടോ പഠിക്കാനായിട്ടോ ഒക്കെ മാറി നിൽക്കുന്ന കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഇത്. ഇന്ന് എൻ്റെ അടുത്ത് ചെറിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയും മുരിങ്ങക്കയുമേ ഉള്ളൂ. ഞാൻ അത് വെച്ചിട്ടാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരു പിടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവാൻ വയ്ക്കാം. അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കാം. ഇതിൻ്റെ ഒപ്പം ബീൻസും ക്യാരറ്റും അല്ലെങ്കിൽ ഏത്തക്കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തവണ ഒന്ന് വിസിൽ വന്നാൽ മതി. അതിനുശേഷം കുക്കർ തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി തക്കാളി മുരിങ്ങയ്ക്കയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, വാളൻ പുളിയുടെ വെള്ളം, അതായത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനേക്കാൾ കുറവ് മതി, വെള്ളത്തിൽ കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുത്തത്. പുളി കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കായത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നന്നായിട്ട് വെന്ത കുക്കറിൽ കഷ്ണത്തിലേക്ക് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടി അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ നല്ല സാമ്പാറിൻ്റെ വാസന ഉണ്ടാവും. ആഹാ! ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളകും 1 ടീസ്പൂൺ കടുകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ആദ്യമായിട്ടുണ്ടാകുന്ന കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല എളുപ്പമാണേ.